എല്ലാവരെയും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഇന്ന് ഞാനൊരു ഇലയടയാണ് ഉണ്ടാക്കുന്നത്. ചക്കപ്പഴം ഫില്ല് ചെയ്ത ഒരു ഇലയട. സാധാരണ നമ്മളെല്ലാവരും ഇലയട ഉണ്ടാക്കാറുണ്ട്. ശർക്കരയും തേങ്ങായും ഏലക്കാപ്പൊടിയും ഒക്കെ ചേർത്ത് ഒരു ഫില്ലിംഗാണ് നമ്മൾ മിക്കവാറും വെക്കാറുള്ളത്. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി വരിക്കച്ചക്ക ശർക്കരയിൽ വരട്ടിയെടുത്ത ഒരു ഫില്ലിംഗാണ് ഞാൻ ഈ ഇലയടയിൽ വെച്ചിരിക്കുന്നത്. വളരെ ടേസ്റ്റാണിത്. ഇതിപ്പം ചക്കപ്പഴത്തിൻ്റെ സീസണാണല്ലോ. വരിക്കച്ചക്കപ്പഴവും ചക്കപ്പഴം ഒക്കെ എല്ലാവർക്കും ഇഷ്ടം പോലെ കിട്ടാനുള്ളതാണ്. ഇത് വരിക്കച്ചക്കപ്പഴം കൊണ്ടാണ് ഞാൻ ഈ ഇലയട ഉണ്ടാക്കിയിരിക്കുന്നത്. വരട്ടിയെടുക്കാൻ 2 ചക്കപ്പഴം നല്ലതാണ്, എന്നാലും വരിക്കച്ചക്കയാണ് വരട്ടിയെടുക്കാൻ ഒന്നുകൂടെ നല്ലതും ടേസ്റ്റ് ഉള്ളതും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളിതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും ഈ ഇലയട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്കൊന്ന് കാണാം. ഇതിൻ്റെ ചേരുവകളായി ഞാൻ എടുത്തിരിക്കുന്നത് നന്നായി പഴുത്ത വരിക്കച്ചക്ക, കുരുവും പാടയും ചകണിയും എല്ലാം കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് അരിഞ്ഞതിന് ശേഷം തൂക്കിയത് 1 കിലോയാണ്. 2 കപ്പ് വറുത്തിയ അരിപ്പൊടി, പുട്ടിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി തന്നെ. 1/4 കിലോ ശർക്കര ചീകി വെച്ചിരിക്കുന്നത്, ഇത് നമുക്ക് ഉരുക്കിയെടുക്കണം. 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത്, 3/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഇത് ഏലക്ക മാത്രം പൊടിച്ചതാണ്. ഉപ്പ്, വെള്ളം, ഇത് ശർക്കര ഉരുക്കാനും അരിപ്പൊടി കുഴയ്ക്കാനുള്ള വെള്ളം, തിളപ്പിക്കാനും എല്ലാം കൂടെ ഉള്ള വെള്ളം. വാഴയിലയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് വാഴയില കീറി വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. അതിനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയ്ക്കകത്ത് അഴുക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് അത് ഉരുക്കി അരിച്ചെടുക്കണം. അതിനാവശ്യമുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. തീ ഇച്ചിരി കൂട്ടി വെച്ച് കൊടുക്കണം. ഇത് നമുക്ക് മറ്റൊരു അടുപ്പിലേക്ക് മാറ്റിയിട്ട് ചക്ക വേഗം വെക്കാം. അത് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്ന വരിക്കച്ചക്കയാണ്. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ചക്ക അല്പസമയം ഒന്ന് മൂടി വെക്കാം. നമ്മൾ ചെറുതീയിൽ ഒരു 3-4 മിനിറ്റായി മൂടി വെച്ചിട്ട് ഇനി ഒന്ന് നോക്കാം. ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു. അതിനകത്ത് വെള്ളം അല്പമേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ചക്ക വേവായി വരുന്ന ഒരല്പം കൂടെ വെന്തോട്ടെ. അല്പസമയം കൂടെ ചെറുതീയിൽ തന്നെ മൂടി വെക്കണം. ഇനി നമുക്കൊന്ന് നോക്കാം. ചക്ക വേവായിട്ടുണ്ട്. അതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചൊഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ശർക്കര പാനി കിടന്ന് വേണം ഈ ചക്കയൊന്ന് ഉടഞ്ഞു വരാനായിട്ട്. ഇത് ഒത്തിരി ഉടയണ്ട, ഒരല്പം ചക്ക കടിക്കാവുന്ന രീതിയിൽ കിടക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. മിക്സ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമോ അതിൽ താഴെയോ മതി, അങ്ങനെ വെച്ച് വേണം ഇതൊന്ന് വരട്ടിയെടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പ് ചേർക്കാം. ഒത്തിരി ഉപ്പ് മുമ്പ് നീക്കണ്ട, ഈ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പ് മതി. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി തന്നെ പൊടിച്ച് വെച്ചത് എടുത്തതാണ്.
ഏലക്ക നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങി ആ ചൂടാറുന്നതിന് മുമ്പ് നന്നായിട്ട് പൊടിച്ചരുത്. ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. മിക്സിയിൽ പൊടിച്ചാൽ മതി. ചൂടാറുന്നതിന് മുമ്പ് തന്നെ പൊടിക്കണം. അങ്ങനെ പൊടിച്ചെടുത്തതാണ് ഞാൻ ഈ ഏലക്കാപ്പൊടി. നെയ്യുടെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച്. ഇത് പശുവിൻ നെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ നെയ്യും കൂടെ ചേർന്നെങ്കിൽ ഈ ചക്ക വഴറ്റുന്നതിന് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. തീ ഒത്തിരി കൂട്ടിക്കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ താഴെ, എന്നാൽ തീരെ ചെറുതും അല്ലാത്ത രീതിയിലുള്ള തീയിൽ വേണം വരട്ടിയെടുക്കാൻ. ഈ ചക്കയൊന്ന് വരണ്ട് വരുന്ന സമയത്ത് നമുക്ക് അരിപ്പൊടി കുഴയ്ക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല തിളച്ച വെള്ളത്തിൽ വേണം അരിപ്പൊടി കുഴച്ചെടുക്കാനായിട്ട്. നമുക്കത് വെക്കാം. വേറൊരു അടുപ്പിൽ ഞാൻ അരിപ്പൊടി കുഴയ്ക്കാനുള്ള വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആദ്യം കുറച്ചിടുക. തിളച്ച് വരുമ്പോൾ ഒന്ന് വെള്ളത്തിൽ നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം. ചക്ക നന്നായിട്ട് വരണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് പോരുന്ന സ്ഥിതിയാണ്. ഇങ്ങനെ വേണം ചക്ക വരട്ടിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വെക്കാം. അരിപ്പൊടി കുഴയ്ക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അത് നമുക്ക് അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് കുഴച്ച് വെക്കാം. നല്ല തിളച്ച വെള്ളമായിരിക്കണം. കുറേശ്ശെ ഒഴിച്ച് ഒന്ന് കുഴയ്ക്കാം. സാധാരണ അടയൊക്കെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് വെള്ളം തിളപ്പിച്ച് കുഴയ്ക്കുകയല്ലേ, അതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ച് കുഴച്ചെടുക്കണം. നല്ല തിളച്ച വെള്ളമായിരിക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴയ്ക്കാനായിട്ട്. ഇത് നന്നായിട്ട് വറുത്ത അരിപ്പൊടിയാണ്. അതുകൊണ്ട് നന്നായിട്ട് വറുത്ത അരിപ്പൊടിയാകുമ്പം വെള്ളം അല്പം കൂടുതൽ വേണം. എല്ലാ ഭാഗത്തും ഒന്ന് കുഴച്ച് വെള്ളം ചെല്ലണം. ഇപ്പം നമുക്കിത് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ലല്ലോ. ഇത് അല്പം ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം ഈ പൊടിയുടെ ചൂട് ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒത്തിരി ചൂടാറാൻ നിൽക്കണ്ട. ചെറു ചൂടെ തന്നെ കുഴച്ചെടുക്കണം. നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു അല്പം നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പശുവിൻ നെയ്യാണ് ചേർക്കുന്നത്. കുറേശ്ശെ ചേർത്താൽ മതി. ഇത് ഇങ്ങനെ ചേർത്ത് കുഴയ്ക്കുന്നത് അടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാനാണ്. ഇപ്പോഴും ഇതിന് ചെറിയ ചൂടുണ്ട്. ഈ ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. എല്ലാ ഭാഗത്തും നമ്മുടെ കൈയും കുഴയും വരണം. ഇതുപോലെ നമ്മൾ സാധാരണ ഇടിയപ്പത്തിനും ഇതൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം. ഇത് ഒരല്പം നെയ്യും കൂടെ. ഇപ്പം ഇത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ ഈ ഇലയട ഉണ്ടാക്കുന്നത് വാഴയിലയിലാണ്. ഞാനിത് വാട്ടിയിട്ടൊന്നുമില്ല, പച്ച ഇലയാണ്. കഴുകി തുടച്ചെടുത്തതേ ഉണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമുക്ക് ആവശ്യമുള്ളിടത്ത് അത്രയും, നമ്മൾ എന്തോരം വലിപ്പത്തിലാണോ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അത് അത്രയുള്ള ഒരു ബോൾ എടുക്കുക. എന്നിട്ട് ഇലയിലേക്ക് വെച്ച് കയ്യെ വെള്ളം തൊട്ട് നമുക്ക് എന്തോരം വലിപ്പത്തിൽ വേണേലും ഇതിങ്ങനെ പരത്തിയെടുക്കണം. ഒത്തിരി കനത്തിൽ വേണ്ട, നടുക്ക് ഇച്ചിരി കനം ഏറ്റവും കുറവും മതി, മടക്കാനുള്ളതാണ്. നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ് വെക്കാം. ഒരു വശത്ത് വെച്ചിട്ട് ഒരു വശത്ത് നിന്ന് മടക്കുവാണ് ചെയ്യുന്നത്.
ഇനി നമുക്ക് ഈ വശം ഇങ്ങോട്ട് മടക്കാം. മടക്കി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് ബാക്കി അട ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. സ്റ്റീമറിൽ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇലയട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞിട്ട് തീ കുറച്ചിടണം. നന്നായിട്ട് വെന്തിരിക്കുന്നതാണ്. ഇനി ഒരു 12 മിനിറ്റുള്ള വേവേ ഉള്ളൂ. നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞ് തീ കുറച്ചിടണം. അട വേഗം വെച്ചിട്ട് ഒരു 12 മിനിറ്റായി. ഇനി നമുക്കൊന്ന് നോക്കാം. ഇത് വെന്തോന്നറിയുന്നത് ഈ ഇലയെ പിടിച്ച് ഇങ്ങോട്ട് മറിച്ച് കഴിയുമ്പം അത് ഉണ്ടാവും, നന്നായിട്ട് വിട്ടു പോരുന്നുണ്ട്. അപ്പോൾ ഇലയിൽ ഒട്ടും പിടിച്ചിട്ടില്ലെങ്കിൽ അത് വെന്തെന്നാണ് അർത്ഥം. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ ചക്കപ്പഴം ഇലയട റെഡിയായി. ഈ ചക്ക സീസണിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ തീർച്ചയായും ഈ ടേസ്റ്റിയായ ഇലയട ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.